ഒരു തെരുവിളക്ക്. രാത്രിയുടെ മധ്യാഹ്നത്തിൽ ആരും കാണാത്ത കാഴ്ചകൾ കണ്ണു ചിമ്മിക്കാണുന്നവൻ. സൂര്യന്റെ മറവിൽ നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമായി തീരാൻ വിധിക്കപ്പെട്ടവൻ. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് എന്റെ കഥയാണെന്ന്. അല്ല, ഇത് എന്റെ മാത്രം കഥയല്ല. എന്നെപ്പോലെ തെരുവോരങ്ങളിൽ തള്ളപ്പെട്ടവന്റെ കഥ. തെരുവിന്റെ ഇടനാഴികളിൽ ആരും കാണാത്ത, ആരും കേൾക്കാത്ത ചില നഗ്നസത്യങ്ങളുടെ കഥ. നാം ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിയും കണ്ണു ചിമ്മി കാണേണ്ടി വരുന്ന 1000 തെരുവിളക്കുകളുടെ കഥ. അന്ധതയുടെ മറവിൽ നടക്കുന്ന കൊടും പാതകങ്ങളും ക്രൂരതകളും എല്ലാം കണ്ട് ഒന്നും പ്രതികരിക്കാനാവാതെ നിസ്സഹായരായി നോക്കി കാണേണ്ടി വരുന്ന എന്നെപ്പോലെ 1000 തെരുവിളക്കുകളുടെ കഥ. നിങ്ങൾക്ക് കാണണ്ടേ? ആ നിൽക്കുന്ന ചെറുപ്പക്കാരെ കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് അവരുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓ, കാണുന്ന ലുക്കൊക്കെ ഉള്ളു, ഒന്നുമില്ല. എന്തോ അളിയാ അളി ചുമ്മാരി അളിയാ. ഓ, മഞ്ജു ആണെന്ന് തോന്നുന്നു. അമ്മയോ? ആ അമ്മേ, ഇല്ല ഞാനിവിടെ ശശിയുടെ കടയെടുത്തുണ്ടല്ലോ. അമ്മ പേടിയാ, അതുകൊണ്ടാ. അപ്പോൾ എന്താ പരിപാടി? തുടങ്ങിയല്ലേ? പിന്നെ ഇന്ന് തന്നെ ആരും ഓസാ നിൽക്കല്ലേ, എൻ്റെ പോക്കറ്റിൽ നിന്ന് കാലിയാ. കണ്ടല്ലോ, എൻ്റെ പോക്കറ്റ് കണ്ടല്ലേ. ഒന്ന് പോടാ, ആർക്ക് വേണം എൻ്റെ ഓസ്? ഇന്നാ പിടി എൻ്റെ ഷെയർ. ആ വരട്ടെ വരട്ടെ. എന്നാ സംഭാവനകൾ കൂമ്പാരമാവുമ്പോൾ മദ്യത്തിൻ്റെ അളവും സർക്കാരിൻ്റെ ഉന്നമനവും കൂടും. അറേ വാ. ആ ശരിയമ്മേ, ഞാൻ നേരത്തെ വന്നേക്കാം. ഓ ആ ദാണ്ട് എൻ്റെ ഷെയർ പിടി. അപ്പം നമുക്ക് ഇന്ന് പൊളിക്കാം. ഓക്കെ. ആകെ മൊത്തം 340 രൂപ. അപ്പം ഇന്ന് കരിയൂര്. എന്താ അപ്പോൾ നിങ്ങൾ കിട്ടും നിങ്ങളുടെ സൈഡിൽ കാണും. വെള്ളമൊക്കെ ഞങ്ങൾ മേടിച്ചോളേ. ശശിയുടെ കട അടയ്ക്കുന്നതിന് മുമ്പ് സിഗരറ്റും മേടിക്കും. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിരം കാഴ്ച വിശേഷങ്ങൾ. എന്നും പതിവാളുകൾ, സംഭവങ്ങൾ, കാഴ്ചകൾ. ചിലത് കണ്ടുമടുത്തവ, ചിലത് കാണാൻ അറയ്ക്കുന്നവ. എന്നിട്ടും ഞങ്ങളിവിടെ കണ്ണു ചുമ്മാതെ ഇവയെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു നേരം കളയുന്നില്ല. എൻ്റെ ഇന്നത്തെ കാഴ്ചകൾ ദാ ഇവിടെ തുടങ്ങുന്നു. അളിയ ഒന്ന് പെട്ടെന്ന് പോയിട്ട് പറഞ്ഞേ. പിന്നെ എൻ്റെ മാമനല്ലേ അവിടെ ഇരിക്കുന്നത്, ഒന്ന് പോടാ. കാണുന്നില്ലല്ലോ, സമയവും പോയി. അളി സാധനം കിട്ടിയോ? ഏതാടാ? സെലിബ്രേഷൻ ഫുൾ. കൊള്ളാലടാ, ഈ ക്യൂവിനിടയ്ക്ക് നീ എങ്ങനെ ഒപ്പിച്ച്?
ഇതൊക്കെ എന്ത് ഈ വണ്ടി അവന്മാരവിടെ പോസ്റ്റ് അപ്പാ പോകുമ്പോൾ പോട്ടെ. ചേടാ അവന്മാരെ കാണുന്നുമില്ല. എടാ നീ ഒന്ന് വിളിച്ചാടാ. എടാ വിളിച്ച് പറയാൻ വഴി ആ സിഗരറ്റിന്റെ കാര്യം കാണുമോ എന്തോ. അവന്മാര് വരുന്നെന്ന് തോന്നടാ. ഓനെ സാധനം കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ പോയാക്കിട്ട സാധനം ഗ്ലാസ് എടുത്തു. പിടിച്ചിരുന്നോണേ ഞാൻ വീട് വണ്ടി കേട്ടോ. മതിലെ കൊണ്ട് കേട്ടല്ലടാ, നേരെ നോക്കി ഓടിക്കണം. ആ മോളെ, പപ്പ എവിടാ? പപ്പ ഇങ്ങ് എത്തിയടാ മുത്തേ. പപ്പ മാതാവിനൊരു തിരികെത്തിക്കാൻ കയറിയത്. പപ്പ ക്രിസ്മസ് കേക്ക് വാങ്ങിച്ചോ? അയ്യോ മറന്നല്ലോടാ മുത്തേ. വേണ്ട, ഞാൻ പപ്പയോട് പിണക്കവാ. സമയം താമസിച്ചല്ലോടാ, കട അടച്ചു കാണും എന്തോ. എന്തായാലും പപ്പ നോക്കിയിട്ട് വരാം. ആ ഇവിടെ ഇല്ലെങ്കിൽ അടുത്തടുത്തുനിന്നാലും വാങ്ങിക്കാം. എന്തായാലും പപ്പ വരുമ്പോൾ മാളൂനുള്ള കേക്ക് കയ്യിലുണ്ടാവൂടാ. അമ്മേന്തി പപ്പ വരുമ്പോഴേക്കും രണ്ടുപേരും പള്ളി പോകാനായിട്ട് ഒരുങ്ങിയിരിക്കണം കേട്ടോ. പപ്പ എന്താ മിണ്ടാത്തെ? പപ്പ
കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മനസ്സ് മുരടിച്ച കാഴ്ചകൾക്ക് മൂകസാക്ഷികളാകുവാൻ ഞങ്ങളിവിടെ ഈ വഴിയോരത്ത് ഇനിയും കണ്ണു ചുമ്മാതെ നിൽക്കും. നിൽക്കണം.